ഹായ്, എല്ലാവർക്കും മിത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന് പറയുന്ന യൂണിറ്റാണ്. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം +1 ലെവലിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ഡിസ്കഷൻ ഉണ്ട്. സോ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് സെൻസേഷൻ എന്താണെന്നാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നല്ല പഴുത്ത മാങ്ങ കഴിക്കുന്ന ഒരു കുട്ടിയും അതുപോലെ തന്നെ നല്ല ഒരു മുല്ലപ്പൂ മണക്കുന്ന കുട്ടിയും, അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ സെൻസേഷൻസ് അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ എന്താണ്, വ്യത്യസ്തമാണ്. അപ്പോൾ അതെങ്ങനെ പോസിബിൾ ആകുന്നു, അവർക്ക് എങ്ങനെ അത് മനസ്സിലാകുന്നു, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണ് ഉള്ളത്. ഐ, ഇയർ, ടങ്, നോസ്, സ്കിൻ, ഇതെല്ലാം എന്താണ്, സെൻസ് ഓർഗൻസ് ആണ്. ഈ സെൻസ് ഓർഗൻസ് എങ്ങനെ സെൻസ് ചെയ്യുന്നു, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സ്റ്റിമുലസ്. സ്റ്റിമുലസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഓർഗാനിസത്തിന് റെസ്പോണ്ട് ചെയ്യാനായിട്ട് അതിനുള്ളിലുണ്ടാവുന്ന അനുഭവത്തിനെയാണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. The sense that evoke responses in organism. ഓക്കെ, അത് രണ്ടായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇന്റേണൽ എന്നും എക്സ്റ്റേണൽ എന്നും. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. അപ്പോൾ ഇന്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അകത്തുണ്ടാകുന്ന സ്റ്റിമുലസ് ആണ് ഇന്റേണൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിക്ക് വെളിയിൽ നിന്നുണ്ടാകുന്ന സ്റ്റിമുലസ് ആണ് എക്സ്റ്റേണൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഇന്റേണലിന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഹങ്കർ. ഹങ്കർ എന്താണ്, ഒരു ഇന്റേണൽ സ്റ്റിമുലസ് ആണ്. സെക്കൻഡ് വൺ തേഴ്സ്റ്റ് ഒരു ഇന്റേണൽ സ്റ്റിമുലസ് ആണ് അല്ലേ. ഇനി എക്സ്റ്റേണൽ ആയിട്ട്, അതായത് ബോഡിക്ക് വെളിയിൽ നിന്ന് വരുന്ന നമ്മുടെ ക്ലൈമാറ്റിക് ചേഞ്ചസ് ഒക്കെ എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആണ്. അതായത് പ്രഷർ, അതുപോലെ തന്നെ കോൾഡ്, അതുപോലെ തന്നെ ഹീറ്റ്, ഇതൊക്കെ എക്സ്റ്റേണൽ ആയിട്ടുണ്ടാകുന്ന സ്റ്റിമുലസ് ആണ്. അപ്പോൾ നമ്മൾ സെൻസ് ഓർഗൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. സെൻസ് ഓർഗൻസ് എങ്ങനെയാണ് ഈ ഒരു സ്റ്റിമുലസിനെ സ്വീകരിക്കുന്നത്, അത് അടുത്ത ടോപ്പിക് അതാണ്. അതായത് സെൻസ് ഓർഗൻസ് നമുക്കറിയാം 5 എണ്ണമാണുള്ളത് സെൻസ് ഓർഗൻസും. അതുപോലെ തന്നെ സെൻസ് ഓർഗൻസിനും അതുപോലെ തന്നെ ബോഡിയുടെ മറ്റ് ഭാഗങ്ങളിലും എന്തുണ്ട്, ഈ സ്റ്റിമുലസിനെ സ്വീകരിക്കാനായിട്ട് സ്പെഷ്യലൈസ്ഡ് റിസപ്റ്റർ സെൽസ് ഉണ്ട്. അപ്പം ആ റിസപ്റ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ അതിന് മറ്റൊരു പേര് പറയും നെർവ് സെൽസ്. നെർവ് സെൽ. ഈ നെർവ് സെല്ല് എന്തിനെ, അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് എന്തിനെ സ്വീകരിക്കും, സ്റ്റിമുലസിനെ സ്വീകരിക്കും. സ്റ്റിമുലസിനെ സ്വീകരിച്ചതിന് ശേഷം അത് എന്തായിട്ട് ഫോം ചെയ്യും, ഇമ്പൾസ് ആയിട്ട് ഫോം ചെയ്യും. ഈ ഇമ്പൾസ് എന്ത് ചെയ്യും, ബ്രെയിനിലെത്തുകയും ബ്രെയിൻ എന്ത് ചെയ്യും, റെസ്പോൺസ് കൊടുക്കുകയും ചെയ്യും. ശ്രദ്ധിച്ചേ, ഒരു സെൻസ് ഓർഗൻസിലും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ പല ഭാഗങ്ങളിലും എന്തുണ്ട്, റിസപ്റ്റർ സെൽസ് ഉണ്ട്, അല്ലെങ്കിൽ നെർവ് സെൽസ് ഉണ്ട്. ആ റിസപ്റ്റർ സെൽസ് അല്ലെങ്കിൽ നെർവ് സെൽസ് ഈ വരുന്ന സ്റ്റിമുലസിനെ എന്ത് ചെയ്യും, റിസീവ് ചെയ്യും. ആ സ്റ്റിമുലസിനെ റിസീവ് ചെയ്തതിന് ശേഷം അത് എന്തായിട്ട് ഫോം ചെയ്യും, ഇമ്പൾസ് ആയിട്ട് ഫോം ചെയ്യും. ആ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യും, അവിടെ ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ബ്രെയിൻ എന്ത് ചെയ്യും, റെസ്പോൺസ് അയക്കുകയും ചെയ്യും. സോ ഇതാണ് ഒരു സ്റ്റിമുലസ് ട്രാൻസ്മിഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും നെർവസ് സിസ്റ്റമാണ്. നെർവസ് സിസ്റ്റം കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ് ദീസ് ആക്ഷൻസ്. ഓക്കെ, അപ്പോൾ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്സ് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാം. നെർവസ് സിസ്റ്റത്തിൽ ഫസ്റ്റ് വരുന്ന ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ബ്രെയിൻ ആണ്. ബ്രെയിൻ, സ്പൈനൽ കോഡ്, third one nerves, fourth one receptors. മക്കളെ ശ്രദ്ധിച്ചേ, ഈ ഒരു പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും എന്താണ്, നെർവസ് സിസ്റ്റമാണ്. ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ 4 ഡിഫറെൻറ്റ് ടൈപ്പ് പാർട്ടാണ് ഇതൊക്കെ, ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ്സ്, റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ നെർവ് സെൽസ് അല്ലെങ്കിൽ ന്യൂറോൺസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. നോർമൽ സെല്ല് പോലെ തന്നെയാണ് ഇവരും, അതായത് സെൽ മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, നോർമൽ സെല്ല് പോലെ തന്നെയാണ്. അപ്പോൾ ആ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് വരയ്ക്കാം.
അപ്പോൾ മക്കളെ ശ്രദ്ധിച്ചേ, ഇതാണ് നമ്മുടെ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓരോ പാർട്ടിനും ഓരോരോ ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് ആദ്യം ആ പാർട്ട് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഈ ഒരു ഭാഗത്തിനെ പറയുന്ന പേരാണ് ഡെൻഡ്രൈറ്റ്സ്. ഓക്കെ, ഈ ഒരു ഭാഗത്തിൻ്റെ പേരാണ് ഡെൻഡ്രോൺസ്. ആൻഡ് ദിസ് പോർഷൻ, ഈ ഒരു പോർഷനെയാണ് നമ്മൾ സെൽ ബോഡി അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത്, സൈറ്റോൺ എന്ന് പറയുന്നത്. അതിനുശേഷം കാണുന്ന ഇതാണിത് ഈ സെല്ലിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസ്. പിന്നെ ഈ ഒരു സെൽ ബോഡിയിൽ നിന്നുള്ളൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഈ എക്സ്റ്റൻഷൻ നമ്മൾ പറയുന്ന പേരാണ് ആക്സോൺ. അത് കഴിഞ്ഞിട്ട് ഈ ആക്സോണിൽ നിന്നൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഈ എക്സ്റ്റൻഷനെ പറയുന്ന പേരാണ് ആക്സോനൈറ്റ്. അതിനുശേഷം ഈ ആക്സോനൈറ്റിൻ്റെ എഡ്ജിൽ ഒരു ബൾജിങ് ഉണ്ട്. നമ്മൾ അതിനെ പറയുന്ന പേരാണ് സിനാപ്റ്റിക് നോബ്. അപ്പോൾ മനസ്സിലായോ? ഒരു ന്യൂറോണിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ്. അതായത് ന്യൂറോൺ എന്ന് പറഞ്ഞാൽ നോർമൽ സെല്ല് പോലെ തന്നെയാണ്. ഡെൻഡ്രൈറ്റ്സ്, ഡെൻഡ്രോൺ, സെൽ ബോഡി, ന്യൂക്ലിയസ്, ആക്സോൺ, ദെൻ ആക്സോനൈറ്റ്, ദെൻ സിനാപ്റ്റിക് നോബ്. ഈ ആക്സോണിന് ചുറ്റും ഒരു സെല്ലുണ്ട്. ഈ സെല്ലിന് പറയുന്ന പേരാണ് ഷ്വാൻ സെൽസ്. ഓക്കെ, ഈ ഷ്വാൻ സെൽസ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷ്വാൻ സെൽസ് മൈലിനെ പ്രൊഡ്യൂസ് ചെയ്യും. മൈലിൻ എന്ന് പറയുന്നത് ഒരു ലിപ്പിഡ് മെംബ്രെയിൻ ആണ്. അതായത് ഇപ്പോൾ ശ്രദ്ധിക്കാം, ഇതൊരു ആക്സോൺ ആണെന്ന് വിചാരിക്കാം. ഈ ആക്സോണിന് ചുറ്റും എന്തുണ്ട്? ഷ്വാൻ സെൽസ് ഉണ്ട് അല്ലേ? ഈ ഷ്വാൻ സെൽസ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? മൈലിനെ പ്രൊഡ്യൂസ് ചെയ്യും. മൈലിൻ ലെയറിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഒരു മൈലിൻ ലെയർ ഇങ്ങനെ വന്നു, ഒരു മൈലിൻ ലെയർ. അതിനുശേഷം സെക്കൻഡ് മൈലിൻ ലെയർ, അങ്ങനെ ഒത്തിരി മൈലിൻ ലെയേഴ്സിനെ ഫോം ചെയ്യിപ്പിക്കും. ഈ മൈലിൻ ലെയേഴ്സ് എല്ലാം കൂടെ കൂടിയിരിക്കുന്ന ഈ ഒരു ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? മൈലിൻ ഷീത്ത്. എന്താ പറയുന്നത്? മൈലിൻ ഷീത്ത്. ഓക്കെ, ഇതാണ് ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ. ഈ ന്യൂറോണിന് ചുറ്റും കാണുന്ന ഷ്വാൻ സെൽസ് ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈലിൻ ആണ്. മൈലിൻ എന്ന് പറഞ്ഞ ഒരു ലിപ്പിഡ് മെംബ്രെയിൻ ആണ്. അങ്ങനെ ഒത്തിരി മൈലിൻ ലെയേഴ്സ് കൂടെ ഫോം ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞില്ലേ, ഈ സിനാപ്റ്റിക് നോബാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഡിസ്കഷനാണ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു. ഇനി ന്യൂറോണിൻ്റെ ഓരോ ഭാഗത്തിൻ്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു ഇമ്പൾസ് എപ്പോഴും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് ഉണ്ടായി അതിന് ശേഷം നമ്മൾ പറഞ്ഞു ഇമ്പൾസ് ഫോം ചെയ്യുന്നെന്ന് പറഞ്ഞു. ആ ഇമ്പൾസ് എപ്പോഴും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഡെൻഡ്രൈറ്റ്സ് ടു സിനാപ്റ്റിക് നോബിലേക്കായിരിക്കും. അതായത് ഫസ്റ്റ് ഡെൻഡ്രൈറ്റ്സിൽ നിന്ന് ദെൻ ടു ഡെൻഡ്രോൺസിൽ നിന്ന് നേരെ പോകുന്നത് സെൽ ബോഡിയിലേക്കായിരിക്കും. സെൽ ബോഡി, ദെൻ ടു ആക്സോൺ, പിന്നെ എങ്ങോട്ടാണ്? ആക്സോനൈറ്റ്, സിനാപ്റ്റിക് നോബ്. ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. എപ്പോഴും ഡെൻഡ്രൈറ്റ്സ് ടു സിനാപ്റ്റിക് നോബ്. ഡെൻഡ്രൈറ്റ്സ്, ഡെൻഡ്രോൺ, സെൽ ബോഡി, ആക്സോൺ, ആക്സോനൈറ്റ്, സിനാപ്റ്റിക് നോബ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഈ ഓരോ പാർട്സിൻ്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ഡെൻഡ്രൈറ്റ്സിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ നിങ്ങൾ ടെക്സ്റ്റിൽ തന്നേക്കുന്നത് ഡെൻഡ്രൈറ്റ്സ് എന്ന് വെച്ചാൽ ഡെൻഡ്രോണിൽ നിന്നുള്ള എക്സ്റ്റൻഷൻ ആണ്. കൂടാതെ ഇമ്പൾസിനെ അഡ്ജസൻറ്റ് ന്യൂറോണിൽ നിന്ന് ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്നത് ആരാണ്? ഡെൻഡ്രൈറ്റ്സ് ആണ്. പിന്നെ ആ ഡെൻഡ്രൈറ്റ്സ് ഇമ്പൾസിനെ എങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും? ഡെൻഡ്രോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഡെൻഡ്രോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത ഇമ്പൾസ് പിന്നെ പോകുന്ന സെൽ ബോഡിയിലേക്കായിരിക്കും. അതായത് ഡെൻഡ്രൈറ്റിൽ നിന്ന് ഇമ്പൾസിനെ സെൽ ബോഡിയിലേക്ക് കൊടുക്കുന്ന ആരാണ്? ഡെൻഡ്രോൺസ് ആണ്. ആ സെൽ ബോഡിയിൽ നിന്ന് ഇമ്പൾസ് നമ്മുടെ ആക്സോൺ എന്ന് പറയുന്നത് സെൽ ബോഡിയിൽ നിന്നുള്ള ഒരു ലോങ് ഫിലമെൻ്റ് ആണ്. ആ ലോങ് ഫിലമെൻറ്റിലേക്കായിരിക്കും എന്ത് പോകുന്നത്? ഇമ്പൾസ് വീണ്ടും പോകുന്നത്. അതിനുശേഷം അതിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ആക്സോണിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ആക്സോണൈറ്റിലേക്കും പിന്നീട് സിനാപ്റ്റിക് നോബിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇതൊരു
ഇതൊരു ഒരു ന്യൂറോണിൻ്റെ കാര്യമാണ്. പിന്നെ അടുത്ത ന്യൂറോൺ വരുമ്പോൾ ആ സിനാപ്റ്റിക് നോബിൽ നിന്ന് നേരെ ആ സെക്കൻഡ് ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ്സ്, ഡെൻഡ്രോൺ, സെൽ ബോഡി, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, ഇങ്ങനെയായിരിക്കും ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഇങ്ങനെയാണ് നടക്കുന്നത്. ഇനി ഓരോ പാർട്സിനും അതിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഡെൻഡ്രൈറ്റ്സ് ഇമ്പൾസിനെ ക്യാരി ചെയ്യുന്നവരാണ്. ഡെൻഡ്രോൺസ് എന്ന് പറയുന്നത് സെൽ ബോഡിയിൽ നിന്നുള്ള ഒരു ഷോർട്ട് എക്സ്റ്റൻഷനാണ്, ഷോർട്ടസ്റ്റ് ഫിലമെൻ്റ് ആണ്. അത് ഇമ്പൾസിനെ സെൽ ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അതിനുശേഷം ആക്സോണിലേക്ക്, ആക്സോണൈറ്റിലേക്ക്, സിനാപ്റ്റിക് നോബിലേക്ക്. നമ്മൾ അവിടെ ഒരു സെല്ലിനെ കുറിച്ച് പറഞ്ഞിരുന്നു, ഷ്വാൻ സെൽസ് എന്ന് പറയുന്നത്. ആ ഷ്വാൻ സെൽസ് എന്ന് പറയുന്നത് ആക്സോണിനെ കവർ ചെയ്തുകൊണ്ടുള്ള സെൽസ് ആണ് ഷ്വാൻ സെൽസ്. ഷ്വാൻ സെൽസ് എന്ത് ചെയ്യുന്നത്? ആക്സോണിനെ എൻസർക്കിൾ ചെയ്യുന്നു. കൂടാതെ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇമ്പൾസിനെ ആക്സലറേറ്റ് ചെയ്യും, സ്പീഡ് കൂട്ടുകയും ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ രണ്ട് ഫങ്ഷൻസ് ആണ് ഷ്വാൻ സെൽസിനുള്ളത്. ഒന്ന്, അത് ഇമ്പൾസിനെ എന്ത് ചെയ്യും? ആക്സലറേറ്റ് ചെയ്യും. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്സോണിനെ എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഓരോന്നിൻ്റെ സ്പെസിഫിക് ഫങ്ഷൻസ് കോളം തിരിച്ചു തന്നിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു മൈലിൻ ഷീത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെല്ലിനെ കുറിച്ച് പറഞ്ഞു, ഷ്വാൻ സെൽസ്. മറ്റൊരു സെല്ലും കൂടെയുണ്ട്, അതാണ് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. മൈലിൻ ഷീത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മൈലിൻ ഷീറ്റ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ട് സെൽസാണ്. ഒന്ന് നമ്മൾ പറഞ്ഞ ഷ്വാൻ സെൽസും രണ്ടാമത്തത് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഷ്വാൻ സെൽസ്, ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് മൈലിൻ ഷീത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രെയിനിലും സ്പൈനൽ കോഡിലുമാണ്. ബ്രെയിനിലെ സ്പൈനൽ കോഡിലെ ന്യൂറോൺസിൻ്റെ മൈലിൻ ഷീത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആണ്. ഈ ബ്രെയിനിലെ സ്പൈനൽ കോഡിലെ ന്യൂറോൺസ് ഒഴികെ അല്ലെങ്കിൽ നെർവ്സ് ഒഴികെ ബാക്കിയുള്ളതിലെ മൈലിൻ ഷീത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ഷ്വാൻ സെൽസ് ആണ്. അപ്പോൾ അതർ ന്യൂറോൺസിൽ മൈലിൻ ഷീത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ഷ്വാൻ സെൽസ് ആണ്. ഇനി ഈ മൈലിൻ ഷീത്തിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഒന്ന് ആക്സോണിനെ പ്രൊട്ടക്റ്റ് ആക്സോൺ. സെക്കൻഡ് വൺ ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക മാത്രമല്ല പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ്. ഓക്സിജനും ന്യൂട്രിയൻസും കൊടുക്കും. സെക്കൻഡ് വൺ ആക്സിലറേറ്റ് ഇമ്പൾസിനെ എന്ത് ചെയ്യും? ആക്സിലറേറ്റ് ചെയ്യും. പിന്നെ ഉള്ള തേർഡ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ തേർഡ് അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. Fourth one, protect the axon from external shock. ഇതാണ് മൈലിൻ ഷീത്തിൻ്റെ 4 ഫങ്ഷൻസ്. ഒന്ന്, ഓക്സിജനും ന്യൂട്രിയൻസും എന്തിനു കൊടുക്കുക? ആക്സോണിന് കൊടുക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. പിന്നെ ഇമ്പൾസിൻ്റെ സ്പീഡ് കൂട്ടുക, ആക്സലറേറ്റ് ചെയ്യുക. മൂന്നാമത്തത് ഒരു ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുക. പിന്നെ ഉള്ളതാണ് പ്രൊട്ടക്റ്റ് ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഷോക്കിൽ നിന്ന് പെട്ടെന്ന് ആക്സോൺ അഫക്റ്റ് ചെയ്യാതെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മൈലിൻ ഷീത്തിൻ്റെ 4 ഡിഫറെൻറ്റ് ഫങ്ഷൻ. മൈലിൻ്റെ പ്രസൻസ് അനുസരിച്ച് നമ്മുടെ ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, വൈറ്റ് മാറ്റർ എന്നും ഗ്രേ മാറ്റർ എന്നും. വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ശ്രദ്ധിച്ച് നമ്മൾ പറഞ്ഞു ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആണ് ബ്രെയിനിലെ സ്പൈനൽ കോഡിൽ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മൈലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് മൈലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവർ കൂടി, അതായത് ആ മൈലിൻ ഉള്ള ന്യൂറോൺസ് കൂടിയിരിക്കുന്ന ഭാഗത്തെ വൈറ്റ് മാറ്റർ എന്നും, മൈലിൻ പ്രൊഡ്യൂസ് ചെയ്യാത്ത അതായത് നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള ഒരു കൂടിയിരിക്കുന്നതിന് ഗ്രേ മാറ്റർ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ശ്രദ്ധിച്ചേ, നമ്മുടെ ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എല്ലാ ന്യൂറോൺസിലും കാണും. ചില ന്യൂറോൺസിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല? മൈലിനെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അങ്ങനെയുള്ള ഒരു കൂടിയിരിക്കുന്ന സ്ഥലമാണ് ഗ്രേ മാറ്റർ. മൈലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ഉള്ള ന്യൂറോൺസ്, അതായത് മൈലിനേറ്റഡ് ആയിട്ടുള്ള ന്യൂറോൺസ് കൂടിയിരിക്കുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? വൈറ്റ് മാറ്റർ എന്നും ഗ്രേ മാറ്റർ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത്. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇമ്പൾസ് എന്താണ്, അതിൻ്റെ ജനറേഷൻ എങ്ങനെയാണ്, അതെങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ന്യൂറോണിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ആ സെല്ലിൻ്റെ ഒരു ഭാഗം വരയ്ക്കാം. ഓക്കെ, ഞാൻ അതിനെ A B C തിരിച്ചു പഠിക്കാൻ എളുപ്പത്തിന് A B C.
നോർമൽ സെല്ല് എപ്പോഴും റെസ്റ്റിലിരിക്കുന്ന സമയത്ത്, പുറം സൈഡ്, അതായത് ഔട്ടർ സൈഡ് എപ്പോഴും പോസിറ്റീവ് ചാർജും ഇൻസൈഡ് എപ്പോഴും നെഗറ്റീവ് ചാർജും ആയിരിക്കും. ഓക്കെ, ഔട്ട്സൈഡ് എപ്പോഴും എങ്ങനെയാണ് പോസിറ്റീവ് ചാർജും ഇൻസൈഡ് എപ്പോഴും എങ്ങനെയാണ് നെഗറ്റീവ് ചാർജും ആയിരിക്കും. അതായത് നിങ്ങൾ 2 അയോൺസ് കാരണമാണ് ഇങ്ങനെ ഒരു ചാർജ് ഡിഫറൻസ് ഉണ്ടാകുന്നത്. ആ 2 അയോൺസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ആ അയോൺസിനെ പറയുന്നില്ല, പക്ഷേ അയോൺസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഏത് അയോൺസ് ആണെന്ന് പറയുന്നില്ല. ആ 2 അയോൺസ് എന്ന് പറയുന്നതാണ്, ഒന്ന് സോഡിയം പ്ലസും 2 പൊട്ടാസ്യം പ്ലസും. ഈ സോഡിയം പ്ലസും പൊട്ടാസ്യം പ്ലസുമാണ് ഈ ഒരു ചാർജ് ഡിഫറൻസിന് കാരണമാകുന്നത്. നിങ്ങൾ വിചാരിക്കും രണ്ടും പോസിറ്റീവ് ചാർജ് അല്ലേ, അപ്പോൾ രണ്ടിടത്തും പോസിറ്റീവ് വരണ്ടേന്ന്. പക്ഷേ ഇവിടെ ഔട്ടർ സൈഡിലാണ് സോഡിയം പ്ലസ് ഉള്ളത്, ഇൻസൈഡിൽ പൊട്ടാസ്യം പ്ലസ്. നിങ്ങൾ വിചാരിക്കുക സൈറ്റോപ്ലാസത്തിൽ പൊട്ടാസ്യം പ്ലസ് മാത്രമല്ല ഉള്ളത്, മറ്റ് നെഗറ്റീവ് അയോൺസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ കുറേ നെഗറ്റീവ് അയോൺസ് ഉണ്ട്. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ അളവിനെ കഴിഞ്ഞും കൂടുതലാണ് മറ്റ് നെഗറ്റീവ് അയോൺസിൻ്റെ അളവെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ സോഡിയം പ്ലസും പൊട്ടാസ്യം പ്ലസും ഈ രണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനില്ല, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇപ്പം ഒരു സ്റ്റിമുലസ് റിസീവ് ചെയ്തു, ഒരു നെർവ് സെൽസ് റിസീവ് ചെയ്തു, അത് എന്തായിട്ട് ഫോം ചെയ്തു? ഇമ്പൾസ് ആയിട്ട് ഫോം ചെയ്തു. ആ ഇമ്പൾസ് ഇവിടെ ഇങ്ങനെ വരുവാണ്, ട്രാൻസ്മിറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരുവാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇമ്പൾസ് ഇവിടെ വരുന്ന സമയത്ത്, ഈ റെസ്റ്റിലിരിക്കുന്ന സമയത്ത് ഈ സോഡിയം പ്ലസിന് അകത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല, സെൽ മെംബ്രെയിൻ അനുവാദം കൊടുക്കത്തില്ല. പക്ഷേ ഒരു ഇമ്പൾസ് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സെൽ മെംബ്രെയിൻ ആക്റ്റീവ് ആകുകയും സോഡിയത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അകത്തേക്ക് കയറാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ അകത്തേക്ക് കയറും, സോഡിയം അകത്തേക്ക് കയറുമ്പോൾ എന്ത് സംഭവിക്കും? യെസ്, അകഭാഗം, അതായത് ഇൻസൈഡ്, അതായത് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? പോസിറ്റീവ് ചാർജായിട്ട് മാറും. ഇവിടം പോസിറ്റീവ് ചാർജായിട്ട് മാറും. അപ്പോൾ ഔട്ട്സൈഡ് എന്ത് ചെയ്യും? ഔട്ട്സൈഡിലെ പോസിറ്റീവ് എല്ലാം അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഔട്ട്സൈഡ് എന്തായിട്ട് മാറും? നെഗറ്റീവ് ചാർജായിട്ട് മാറും. അപ്പം എ സൈഡിലെ പൊളാരിറ്റി കണ്ടോ റിവേഴ്സ് ആയത് അല്ലേ? എ സൈഡിലെ പൊളാരിറ്റി എന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്തു, ഇമ്പൾസ് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ. ഇനി അത് ബി സൈഡിലേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്മിറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അകത്തെ പോസിറ്റീവ് ചാർജ് ഇപ്പുറത്തെ ബി സൈഡിലെ നെഗറ്റീവ് ചാർജുമായിട്ട് എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യും. പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. പുറം സൈഡിൽ, ഔട്ട് സൈഡിൽ നമ്മുടെ ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗമെല്ലാം പോസിറ്റീവ് ആവുകയും, ഇനി ഈ പോസിറ്റീവ് ചാർജ് എല്ലാം ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗമെല്ലാം എന്താകും? നെഗറ്റീവ് ആവുകയും ചെയ്യും. അപ്പോൾ ബിയുടെ പൊളാരിറ്റി റിവേഴ്സ് ആയി. ആ സമയത്ത് എയുടെ പൊളാരിറ്റി എന്തായിട്ട് മാറും? പഴയ പോലെ തന്നെ പുറം സൈഡ് പോസിറ്റീവും അകം സൈഡ് നെഗറ്റീവുമായിട്ട് മാറി. മനസ്സിലായോ? ഇനി ഈ ബി സൈഡിൽ നിന്ന് സി സൈഡിലേക്ക് എന്ത് ചെയ്യും? ഈ പോസിറ്റീവ് ചാർജ് സി സൈഡിലേക്ക് ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും, ഔട്ട് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പം ട്രാൻസ്മിറ്റ് സമയത്ത് സി സൈഡിൽ എന്തായിട്ട് മാറും? ഇവിടെ പോസിറ്റീവ് ചാർജും ഔട്ട് സൈഡ് നെഗറ്റീവ് ചാർജായിട്ട് മാറും. അതേ സമയത്ത് ഈ ബി സൈഡിൻ്റെ പൊളാരിറ്റി എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. അതായത് അകഭാഗം നെഗറ്റീവും പുറം ഭാഗം പോസിറ്റീവായിട്ട് മാറും. ഇങ്ങനെയാണ് ഒരു ന്യൂറോണിലൂടെ എന്ത് ചെയ്യുന്നത്? ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അത് സർട്ടൺ അയോൺസിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ്. ആ അയോൺസാണ് സോഡിയവും പൊട്ടാസ്യവും. നിങ്ങൾക്കത് പഠിക്കാനില്ല, പക്ഷേ ആ ഒരു പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനെയാണ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന സിനാപ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, എൻ്റെ ബോഡി ഇപ്പം എൻ്റെ കയ്യിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് എനിക്കെങ്ങനെ മനസ്സിലാവും ടച്ച് ചെയ്തെന്ന്? യെസ്, അതിലെ റിസപ്റ്റേഴ്സ് ആ ഇമ്പൾസിനെ സ്വീകരിച്ച് അത് ബ്രെയിനിൽ ചെല്ലണം. അപ്പോൾ നമ്മൾ മുമ്പേ പഠിച്ചത് എന്താണ്? ഒരു ന്യൂറോണിലൂടെ ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഇനി അഡ്ജസൻറ്റ് ന്യൂറോണിലേക്ക് ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് സിനാപ്സ് എന്ന് പറയുന്ന ടോപ്പിക്. സിനാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം, രണ്ട് ന്യൂറോൺസിനെ ഞാൻ വരയ്ക്കുകയാണ്. ഇത് ഫസ്റ്റ് ന്യൂറോൺ, ഇത് സെക്കൻഡ് ന്യൂറോൺ. ഫസ്റ്റ് ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബാണിത്. സിനാപ്റ്റിക് നോബ്. ഓക്കെ, ഇത് സെക്കൻഡ് ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ്സ്. ഓക്കെ, ഇനി ഇതിൽ
ഇതിനെ പറയുന്ന പേരാണ് സിനാപ്റ്റിക് വെസിക്കിൾ. സിനാപ്റ്റിക് ഇതുമാണ് വെസിക്കിൾസ്. ഇതിൻ്റെ അകത്താണ് എന്തുള്ളത്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ളത്. നിങ്ങൾ ഓർത്തിരിക്കുക ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന പേരൊക്കെ. ഓക്കെ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ളത്. ഈ ഡെൻഡ്രൈറ്റിൽ ഇവിടെയായിട്ട് റിസപ്റ്റേഴ്സ് ഉണ്ട്. ശ്രദ്ധിച്ചേ, ഒരു ഇമ്പൾസ്, സിനാപ്റ്റിക് നോബ്, സിനാപ്റ്റിക് വെസിക്കിള്, ഡെൻഡ്രൈറ്റ്സ്, പിന്നെ ഈ ഒരു ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ്. സിനാപ്റ്റിക് ക്ലഫ്റ്റ്. സിനാപ്സിൻ്റെ 4 ഭാഗങ്ങളാണ്: സിനാപ്റ്റിക് നോബ്, സിനാപ്റ്റിക് വെസിക്കിൾ, സിനാപ്റ്റിക് ക്ലഫ്റ്റ്, ഡെൻഡ്രൈറ്റ്സ്. ഓക്കെ, അപ്പം ഒരു ഇമ്പൾസ് വരുന്ന സമയത്ത്, സിനാപ്റ്റിക് നോബിൽ എത്തുന്ന സമയത്ത്, അപ്പം നമ്മൾ പറഞ്ഞു പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് വെച്ചിട്ട് സെൽ മെംബ്രെയിനിലൂടെ പോളറൈസ് ചെയ്ത് വരുന്നു എന്ന് പറഞ്ഞു. ആ വരുന്ന സമയത്ത് ഇവിടെ വരുമ്പോൾ, അതായത് സിനാപ്റ്റിക് നോബിൽ വരുമ്പോൾ, ഈ സിനാപ്റ്റിക് വെസിക്കിളിൻ്റെ അകത്തുനിന്ന് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എവിടെ വരും? വെളിയിലേക്ക് വരും. ഓക്കെ, ന്യൂറോ ട്രാൻസ്മിറ്റർ വെളിയിലേക്ക്, അതായത് സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് ഇറങ്ങി വരും ഒരു ഇമ്പൾസ് ഈ സിനാപ്റ്റിക് നോബിലെത്തുന്ന സമയത്ത്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ, സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് വന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മുടെ ഡെൻഡ്രൈറ്റ്സിലെ എന്ത് ചെയ്യും? ഡെൻഡ്രൈറ്റ്സിൻ്റെ റിസപ്റ്റേഴ്സുമായിട്ട് പോയി ബൈൻഡ് ചെയ്യും. ന്യൂറോ ട്രാൻസ്മിറ്റർ ഡെൻഡ്രൈറ്റ്സിൻ്റെ റിസപ്റ്റേഴ്സുമായിട്ട് പോയിട്ട് എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ സ്റ്റിമുലസ്, അതായത് ഇവിടെ നിന്നുള്ള ഈ സ്റ്റിമുലസ് അടുത്ത സെക്കൻഡ് ന്യൂറോണിലേക്ക് എന്ത് ചെയ്തു? ട്രാൻസ്മിറ്റ് ചെയ്തു. ആ സ്റ്റിമുലസ് ട്രാൻസ്മിറ്റ് ചെയ്തു. ആ റിസപ്റ്റർ എന്ത് ചെയ്തു? ആ ന്യൂറോ ട്രാൻസ്മിറ്റർ സ്വീകരിച്ച് എന്ത് ചെയ്തു? ഡെൻഡ്രൈറ്റ്സിലേക്ക്, അടുത്ത ഡെൻഡ്രൈറ്റ്സിലേക്ക്, അല്ല അടുത്ത ന്യൂറോൺസിലേക്ക് എന്ത് ചെയ്തു? ട്രാൻസ്മിറ്റ് ചെയ്തു. നിങ്ങൾക്ക് പഠിക്കാനുള്ള 2 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ഒന്ന് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അസറ്റൈൽ കൊളൈൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡോപ്പാമിൻ. ഈ 2 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓരോ സ്റ്റിമുലസ് അനുസരിച്ചും വ്യത്യസ്തമായിട്ടുണ്ടാവും. ഓക്കെ, അസറ്റൈൽ കൊളൈനും ഡോപ്പാമിനുമാണ് 2 ന്യൂറോ ട്രാൻസ്മിറ്റർ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒരു ഇമ്പൾസ് ഇവിടെ വരുന്ന സമയത്ത് ഈ സിനാപ്റ്റിക് വെസിക്കിളിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വെളിയിലേക്ക് ഇറങ്ങി സിനാപ്റ്റിക് ക്ലെഫ്റ്റിൽ വരും. അത് ഡെൻഡ്രൈറ്റ്സിലെ റിസപ്റ്റേഴ്സുമായിട്ട് എന്ത് ചെയ്യും? പോയി ബൈൻഡ് ചെയ്യും. അപ്പോൾ ആ സ്റ്റിമുലസ് എന്ത് ചെയ്യും? ഈ ഫസ്റ്റ് ന്യൂറോണിൽ നിന്ന് സെക്കൻഡ് ന്യൂറോണിലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സിനാപ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. സിനാപ്സ് എന്തിനു സഹായിക്കും എന്ന് ചോദിച്ചാൽ ഇമ്പൾസിൻ്റെ സ്പീഡിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. സിനാപ്സ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ സ്പീഡ് ഓഫ് ദ ഇമ്പൾസ് ആണ്. ഇനി സിനാപ്സ് 3 ടൈപ്പാണുള്ളത്. ഒന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ന്യൂറോണും തമ്മിലുള്ള ഒരു സിനാപ്സ് ഉണ്ട്. രണ്ടാമത്തത് ന്യൂറോണും മസിൽ സെല്ലും തമ്മിലൊരു സിനാപ്സ് ഉണ്ട്. മൂന്നാമത് ന്യൂറോണും ഗ്ലാൻഡുലാർ സെല്ലും തമ്മിലൊരു സിനാപ്സ് ഉണ്ട്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് സിനാപ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. കൂടാതെ സിനാപ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സിനാപ്സ് നമ്മൾ പറഞ്ഞു ഇമ്പൾസിനെ ആക്സലറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പൾസിൻ്റെ സ്പീഡിനെ റെഗുലേറ്റ് ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷനെയും റെഗുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സിനാപ്സ് ഹെൽപ്പ് ടു റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ഇമ്പൾസ്. ന്യൂറോൺസിനെ കുറിച്ച് നമ്മൾ ഏകദേശം പഠിച്ചു. ന്യൂറോൺസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സെൻസറി ന്യൂറോൺസ് ആൻഡ് മോട്ടോ ന്യൂറോൺസ് എന്ന്. സെൻസറി ന്യൂറോൺസ് എന്ന് വെച്ചാൽ വേരിയസ് പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്ന് ഇമ്പൾസിനെ ബ്രെയിനിലേക്ക് കൊണ്ടുവരുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൻസറി ന്യൂറോൺസ് എന്ന് പറയുന്നത്. മോട്ടോ ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിൽ നിന്ന് വേരിയസ് പാർട്ട് ഓഫ് ബോഡി പാർട്സിലേക്ക് കൊണ്ടുപോകുന്നവരെയാണ് മോട്ടോ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഇനി നെർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്രൂപ്പ് ഓഫ് ആക്സോൺസിനെയാണ് നെർവ്സ് എന്ന് പറയുന്നത്. അതായത് കുറേ ന്യൂറോൺസ് കൂടി ഒരു കണക്റ്റീവ് ടിഷ്യൂവിൽ നമ്മളിങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നവരെയാണ് നെർവ് എന്ന് പറയുന്നത്. അപ്പോൾ നെർവ്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെൻസറി നെർവ്സ്, മോട്ടോ നെർവ്, then മിക്സഡ് നെർവ്സ്. സെൻസറി നെർവ്സ് നമ്മൾ ന്യൂറോൺസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വേരിയസ് പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്ന് ബ്രെയിനിലേക്ക് ഇമ്പൾസിനെ കൊണ്ടുവരുന്ന ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് ആണ് സെൻസറി നെർവ്സ് എന്ന് പറയുന്നത്. വേരിയസ് പാർട്ട് ടു ബ്രെയിൻ, വേരിയസ് പാർട്ടിൽ നിന്ന് ബ്രെയിനിലേക്ക് ഇമ്പൾസിനെ കൊണ്ടുവരുന്നവരാണ് എന്തെന്ന് പറയുന്നത്? സെൻസറി നെർവ്സ് എന്ന് പറയുന്നത്. മോട്ടോ നെർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബ്രെയിനിൽ നിന്ന് വേരിയസ് പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് കൊണ്ടുപോകുന്നവരാണ് മോട്ടോർ നെർവ്സ്. മിക്സഡ് നെർവ്സ് എന്ന് പറഞ്ഞാൽ സെൻസറി ഫങ്ഷൻസും കാണും, മോട്ടോർ ഫങ്ഷൻസും കാണും. അതായത് ഒന്നെങ്കിൽ ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഫ്രം to or from the brain or spinal cord. അതായത് സെൻസറി നെർവ്സ്, മോട്ടോർ നെർവ്സ്, മിക്സഡ് നെർവ്സ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെൻസറി നെർവ്സ് എന്ന് പറഞ്ഞാൽ വേരിയസ് പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്ന് ബ്രെയിനിലേക്ക് ഇമ്പൾസിനെ കൊണ്ടുവരുന്നവരാണ് സെൻസറി നെർവ്സ് എന്ന് പറയുന്നത്. മോട്ടോർ നെർവ്സ് എന്ന് വെച്ചാൽ ബ്രെയിനിൽ നിന്ന് വേരിയസ് പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് ഇമ്പൾസിനെ കൊണ്ടുപോകുന്നവരാണ്. മിക്സഡ് നെർവ്സ് എന്ന് വെച്ചാൽ സെൻസറി ഫങ്ഷൻസ് ഉണ്ട്, മോട്ടോർ ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഇമ്പൾസിനെ കൊണ്ടുവരാം അല്ലെങ്കിൽ കൊണ്ടുപോകുന്നവരാണ് എന്തെന്ന് പറയുന്നത് മിക്സഡ് നെർവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻസേഷൻ ആൻഡ് റെസ്പോൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പകുതി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ ഉണ്ടാവും, നിങ്ങൾ അതിലേക്ക് മെസ്സേജ് അയക്കുക. ഡൗട്ട്സൊക്കെ ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിരിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.